അപ്പോൾ നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇന്ന് രാവിലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. പിന്നെ കുറച്ച് പുട്ടും ഉണ്ടാക്കി ട്ടോ. അപ്പോൾ ചപ്പാത്തി ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്നലെ വൈകുന്നേരം കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചായിരുന്നു. അപ്പോൾ പിന്നെ ഒരു പാക്കറ്റ് ചപ്പാത്തി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് രാവിലെ എടുത്തു. പിന്നെ ബാക്കിയത്തെ പുട്ടും കൂടി ഉണ്ടാക്കി. അപ്പോൾ കടലക്കറിയാണ് ട്ടോ വെച്ചത്. അപ്പോൾ പുട്ടിനും ചപ്പാത്തിക്കും കൂടി ഒറ്റ കറി മതിയല്ലോ. അപ്പോൾ കടലക്കറിയും ഉണ്ടാക്കി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. അതിനുശേഷം പിന്നെ കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകാനുണ്ടായിരുന്നു ട്ടോ. പാത്രങ്ങളെല്ലാം കഴുകി. പിന്നെ രാവിലത്തെ ചായ കുടി കഴിഞ്ഞിട്ടുള്ള ഒന്നാം ഘട്ടം തുടയ്ക്കലാണ് കേട്ടോ. അതിനുശേഷം പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിയുമ്പോൾ ഒന്ന് തുടയ്ക്കും. പിന്നെ അത്താഴം ഊണ് കഴിയുമ്പോൾ സ്റ്റൗവിൻ്റെ അവിടെയൊക്കെ ഒന്ന് തുടയ്ക്കും ട്ടോ. അപ്പോൾ അങ്ങനെ തുടച്ച് വൃത്തിയാക്കിയിട്ടെങ്കിലാണ് എനിക്കൊരു മനസ്സമാധാനമുള്ളൂ. അപ്പോൾ അതെല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ അരി അടുപ്പത്തേക്ക് ഇട്ടു. പിന്നെ ക്യാബേജ് തോരനും ഉണ്ടാക്കി. പിന്നെ പാവയ്ക്ക വറുത്തരച്ച കറിയുമാണ് ട്ടോ വെച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തുണികൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴുകിയിട്ടിട്ട് അത് കഴിയുമ്പോൾ കൊണ്ടിടുകയും ചെയ്തു. ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണല്ലോ. അപ്പോൾ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് മോനൊരു പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഇന്നത്തെ ഉച്ചയൂണിനുള്ള വിഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.